ഒരു രഹസ്യം കാണിച്ചു തരാം കേട്ടോ. അതിനാണ് ഞാനിവിടെ വന്നത്. കണ്ടോളൂ. ഇതുണ്ടോ, ഇത് ചിക്കൻ, എന്താ പറയുക, ക്യാപ്സിക്കം അങ്ങനെ പെപ്പർ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. ഇതാണ് പ്രോട്ടീൻ വന്നിട്ട് മോൻ കഴിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഫുള്ളും ചീര ആഡ് ചെയ്തിരിക്കുക. അറിയില്ല, ഇതിൻ്റെ കൂടെ നമ്മൾ റൈസ് ആഡ് ചെയ്യുമ്പോൾ ചീര, മുട്ട എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചുമ്മാ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതറിയാതെ തന്നെ ഉള്ളിലേക്ക് പൊയ്ക്കോളും. ഇങ്ങനെയൊക്കെയാണ്. ഇതുണ്ടോ, ഫൈനലായിട്ട് അടിപൊളി റൈസായിട്ട് വന്നിട്ടുണ്ട്. അറിയില്ല, ചിക്കനുണ്ട്, മുട്ടയുണ്ട്, ചീരയുണ്ട്, എല്ലാം ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. ഈ റൈസ് വന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അറിയാതെ ഉള്ളിലേക്ക് ഓരോ സംഭവങ്ങളൊക്കെ കൊടുക്കുക. ഫൈനലായിട്ട് നമ്മൾക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു നല്ല അടിപൊളിയാക്കി കൊടുത്തു പറഞ്ഞാൽ അവരൊക്കെ അറിയാനേ പറ്റില്ല. എന്താ പറയുക, ചിക്കൻ റൈസ് റെഡി. അടിപൊളിയല്ലേ? അതേപോലെ ഇനിയൊരു ടിപ്സ് പറഞ്ഞായിരുന്നു. നമ്മൾ മുരിങ്ങയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പൊട്ടാറ്റോ ഒക്കെ കൂടിയിട്ട് കൂട്ടുണ്ടാക്കുമല്ലോ, മസാല കൂട്ട്. അതിൽ വന്നിട്ട് മുരിങ്ങക്കീര എല്ലാം നമുക്ക് അതിൽ ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ അറിയില്ല. അതിൻ്റെ കൂടെ മഷ്റൂം, മുരിങ്ങക്കീര ഒക്കെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ മുരിങ്ങ കഴിക്കാത്ത കുട്ടികൾ കറി വെച്ച് കൊടുക്കുമ്പോഴാണ് ഇവർക്കൊക്കെ പ്രശ്നം വരുന്നത്. അപ്പം കറി അല്ലാണ്ട് ഇങ്ങനെ ഒരു മോഡേൺ ഫുഡാക്കിയിട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ അവർ കഴിച്ചോളും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക, കുട്ടികളിനെ അറിയാത്ത വിധത്തിൽ ഉള്ളിലേക്ക് കൊടുക്കുക. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഞാനിവിടെ എന്താ പറഞ്ഞു വെച്ചാൽ, നമ്മൾ കുറച്ച് പേര് സംസാരിക്കുമ്പോൾ എൻ്റെ മക്കൾ കഴിക്കില്ല, അങ്ങനെ ശരിയാണ്. ചില കുട്ടികൾ ചിലത് കഴിക്കില്ല, ശരിയാണ്. പക്ഷേ എൻ്റെ ഒരു തിങ്കിങ്ങിൽ ഞാൻ പറഞ്ഞതാണ്, എല്ലാം നമ്മൾ ഹാബിറ്റാക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ കൊടുത്തേ പറ്റുള്ളൂ, അല്ലാണ്ട് ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിരുന്നാൽ ശരിയല്ല. എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ അറിയാത്ത വിധത്തിൽ കുറേ ഉള്ളിലേക്ക് കൊടുക്കണം. അതാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ചായ കുടിക്കുന്നത് വന്നിട്ട് അത് നമ്മൾ ചെറുപ്പം മുതലേ അവർക്ക് എന്താ പറയുക, ഹാബിറ്റാക്കുന്നതാണ്. നമ്മൾ എന്താണോ കൊടുത്ത് ശീലിക്കുന്നത് അതാണ് അവർ ഇതാക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങളൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചില നല്ല സാധനങ്ങളൊക്കെ ഉള്ളിൽ കൊടുക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിയല്ല. ശരി, എന്തൊക്കെ ജങ്ക് ഫുഡ് എന്നൊക്കെ കഴിച്ചാൽ നമ്മുടെ കൈ കൊണ്ട് നമ്മൾക്ക് നല്ല സാധനങ്ങൾ കൊടുക്കാൻ പറ്റുമ്പോൾ നമ്മൾക്ക് ഒരു സന്തോഷമല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പൊടിക്കൈകളൊക്കെ ചെയ്യുന്നത്. അത് അറിയിക്കാൻ ജസ്റ്റ് നിങ്ങൾ അറിയിക്കാമെന്ന് കൊണ്ട് വന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്.